തെളിയിച്ചു ശരി ശരി ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ തൗഫീഖ് അതിനുള്ള മറുപടി ഒരു ടാർഗറ്റ് ആക്കി എടുത്തിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയെ. അതുകൊണ്ടൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുവാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമം നടന്നു എന്നുള്ളതാണ്. അത് 2 പേരാണോ 3 പേരാണോ എന്നുള്ളതല്ല. അങ്ങനെ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നു, അത് നടക്കുകയും ചെയ്തു. തൗഫീഖ് അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കണം. തൗഫീഖ് ഒരു സെക്കൻഡ് നിൽക്കേ. പിന്നെ മഞ്ജുഷേ, ഈ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് കേട്ടു വനിതാ മന്ത്രി. അങ്ങനെ ഈ കേരളീയ പൊതുസമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു വക്രീകരണമാണ് വനിതാ പുരുഷൻ എന്നുള്ള ആ ഒരു സംഗതി. വേണ്ടത് അവരൊരു വ്യക്തിയാണെന്നേ, ഒരു വ്യക്തിയായിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങൾ വനിതാ മന്ത്രിക്ക് പ്രത്യേക പ്രിവിലേജ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടല്ലോ. ഒരു MLA-ക്കും വനിത ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടോ? റൂൾ ബുക്കിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അവരൊരു വ്യക്തിയായിട്ട് മാത്രം കാണുക. അങ്ങനെ വ്യക്തിയായിട്ട് കാണാൻ പഠിക്കാത്തത് കൊണ്ടാണ് വനിതാ മന്ത്രി ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. അങ്ങനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ മാധ്യമങ്ങൾക്കുണ്ട് എന്നാണ് എന്റെ ഈ ഒരു ചർച്ചയിൽ മുമ്പോട്ട് വെക്കാനുള്ള ഒരു സജഷൻ കൂടെ. ഇനി പറഞ്ഞോളൂ. ശരി ശ്രീ തൗഫീഖ്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഏതായാലും ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറും അതിനു മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട നിരീക്ഷണം അടക്കമുള്ള ആളുകൾ അവരുടേതായ വർഷൻ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, എനിക്ക് മുമ്പ് സംസാരിച്ച നിരീക്ഷണം അടക്കം സമാനമായ അഭിപ്രായം പങ്കുവച്ചു. 24/7 ഇവിടെ മന്ത്രിയെ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ, KSU പ്രവർത്തകർ അത്തരത്തിൽ ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ, ഞാൻ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയുന്നു. അത്തരത്തിൽ മന്ത്രിയെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കാം. നടപടി എടുക്കുന്നത് എങ്ങനെയാ? സ്വാഭാവികമായിട്ടും അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലാണ്. ഇവിടെ അഭിനയ നാടകം കളിച്ചു, മന്ത്രി അഭിനയ നാടകം കളിച്ചതിന്റെ പേരിൽ KSU പ്രവർത്തകർക്കെതിരെ നടപടി എടുക്കാനോ ഇല്ലെങ്കിൽ അവരെ പ്രതികൂട്ടിൽ നിർത്താനോ ഞങ്ങൾ തയ്യാറല്ല. കാരണം 4ഓളം KSU പ്രവർത്തകർ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, 30ഓളം അല്ലെങ്കിൽ 40ഓളം പോലീസുകാരെ മറികടന്ന് ചെന്ന് അവിടെ ആരോഗ്യമന്ത്രി മർദ്ദിച്ചു എന്നൊക്കെ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആരും അത് വിശ്വസിക്കില്ല എന്ന് വളരെ സ്നേഹപൂർവ്വം സൂചിപ്പിക്കാനായി ആഗ്രഹിക്കുന്നു. ഇവിടെ മഞ്ജുഷേ, ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയിൽ ഒരു ചോദ്യം ഉൾപ്പെടുത്തണം. എന്താണ് ആ ചോദ്യം എന്നറിയോ? കേരളം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രി ആര് എന്നുള്ളതായിരിക്കും ആ ചോദ്യം. അതിനോടൊപ്പം അത് ആരുടെ മന്ത്രിസഭയുടെ കാലത്തും എന്നുകൂടി ചോദിക്കണം. അതിന് ഉത്തരം വീണ ജോർജ് എന്നും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്നും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഗവൺമെന്റ് ആശുപത്രികൾ നമുക്കറിയാമല്ലോ, ഈ ആരോഗ്യ വകുപ്പിന്റെ കഴിഞ്ഞ കുറെ കാലത്തെ ഇടപെടലുകൾ. ഗവൺമെന്റ് ആശുപത്രിയിൽ കടുത്ത പനിയും മറ്റുമായി ചെല്ലുന്ന രോഗികൾക്ക് മുഖം നോക്കാതെ മരുന്ന് കുടിക്കുന്ന ആരോഗ്യ വകുപ്പ്, അവരെ അഡ്മിറ്റ് ആക്കാതെ തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ആരോഗ്യ വകുപ്പ്. ഇവിടെ എങ്ങനെയാണ് പരിക്കേൽക്കാത്ത മന്ത്രി വീണ ജോർജിനെ, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അഡ്മിറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത്ഭുതം എന്നല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല എന്ന് മാത്രം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കട്ടെ. ഇവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു 24/7 ഇവിടെ ഏതെങ്കിലും തരത്തിൽ അവിടെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ സ്വാഭാവിക CCTV ദൃശ്യങ്ങൾ ആർക്കും കട്ട് ചെയ്ത് മാറ്റാൻ കഴിയുന്നൊന്നും അല്ലല്ലോ. അവിടെ ഏതായാലും ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടു എന്നൊന്നും പറയാനും സാധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ, ആ CCTV ദൃശ്യങ്ങൾ ഇപ്പോഴും റെയിൽവേയുടെ സർവൈലൻസിലുള്ള, റെയിൽവേയുടെ നിരീക്ഷണത്തിലുള്ള CCTV പ്രവർത്തിക്കുന്നു. റെയിൽവേ സ്റ്റേഷന്റെ അകത്താണ് പ്രതിഷേധം ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഈ CCTV നിരീക്ഷണമുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പുറത്ത് വിട്ടിട്ട് സംസാരിക്കട്ടെ. അല്ലാതെ ഒരു ഇലക്ഷൻ അടുക്കുമ്പോൾ ആറന്മുളയിൽ അടക്കം ആരോഗ്യമന്ത്രി വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുമെന്ന വളരെ കൃത്യവും വ്യക്തമായ ബോധ്യമുള്ളൂ. അപ്പോ കേരളത്തിൽ ഇടത് സർക്കാർ പ്രതികൂട്ടിലാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ കഴിഞ്ഞ 9.5 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സമസ്ത മേഖലകളും തച്ചു തകർത്ത സർക്കാരിനോട് ജനങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയും എന്ന വളരെ കൃത്യമായി കാരണഭൂതൻ സർക്കാരിന് മനസ്സിലായപ്പോ ഇവിടെ ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയെങ്കിലും സിമ്പതി ഉണ്ടാക്കുക, ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയെങ്കിലും ഒരു സഹതാപതരംഗം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ന് നടപ്പാക്കിയ ഇല്ലെങ്കിൽ ഇന്ന് അരങ്ങേറിയ നാടകം വില പോവില്ല കേരളത്തിന്റെ മണ്ണിൽ എന്ന് ഞാൻ സ്നേഹപൂർവ്വം സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ ആളുകൾ ഉയർന്ന ജനാധിപത്യ ബോധ്യമുള്ള ആളുകളാണ്. ന്യൂസ് 18 അടക്കം ഇന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങളുണ്ടല്ലോ, ഞാനടക്കം ഇവിടെ കാണിച്ച ദൃശ്യങ്ങളുണ്ടല്ലോ, സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം KSU അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. KSU അധ്യക്ഷൻ ആ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ന് മാധ്യമ കൈക്ക് പരിക്കേറ്റ സംഭവം അത് നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല, കൈക്ക് പരിക്കിന്റെ കാര്യം മന്ത്രി പറഞ്ഞിട്ടില്ല. എന്റെ മഞ്ജുഷേ, കൈക്കായാലും കൊള്ളാം, കഴുത്തിനായാലും കൊള്ളാം, അങ്ങനെ ഒരു പരിക്കും ഈ ആരോഗ്യമന്ത്രിക്ക് സംഭവിച്ചിട്ടില്ലെന്നേ. ഒരു പരിക്കും സംഭവിച്ചിട്ടില്ല. അങ്ങനെ പരിക്കേൽക്കാത്ത ഒരു ആരോഗ്യമന്ത്രിയെ പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ട്
ആദ്യം കൊണ്ടുപോയത് എവിടെയാണ് കൊണ്ടുപോയത്? ഒരു ഉരുളില്ല. അത് ഉൾക്കൊണ്ട് പോരായ്മ പറ്റിയെന്ന് പറ. പോരായ്മ പറ്റിയെന്ന് പറയാം. വീടർന്ന് ഉരുളല്ല, കൈക്ക് പരിക്ക് പറ്റിയെന്ന് 5 മിനിറ്റ് മുമ്പ് പറഞ്ഞിട്ട് ഇപ്പൊ കൈക്ക് കഴുത്ത് കാലെന്ന് പറയല്ല. വീടർന്ന് ഉരുളല്ല, തെറ്റ് പറ്റിയാ പറ്റിയെന്ന് അംഗീകരിക്ക്. ഇല്ലാത്ത കനകോലിന്റെ ക്യാപ്സ്യൂളായിട്ട് വന്നിട്ട് ഇവിടെ എന്തു അങ്ങ് അവതരിപ്പിക്കാന്ന് കരുതിയ നാട്ടിലെ ആളുകളെല്ലാം വിഡ്ഢികളാ. സംവിധാനം ചെയ്ത് നിർവഹിച്ച ഒരു നാടകമാണ് ഇന്ന് പൊളിഞ്ഞു വീഴുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഏതായാലും ഇവിടെ അഫ്സൽ ഇത്ര ആർജവത്തോടു കൂടി സംസാരിക്കുന്നല്ലോ. അഫ്സലിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ആർജവം ഉണ്ടെങ്കിൽ അഫ്സൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ മർദ്ദിച്ചു എന്ന 101 വട്ടം കള്ളം പറഞ്ഞാൽ അത് സത്യമാവില്ല. നിങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്ന് വിവരാവകാശ നിയമമെങ്കിൽ വിവരാവകാശ നിയമം അത് ഉപയോഗിച്ചുകൊണ്ട് ആ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ദൃശ്യങ്ങൾ നിങ്ങൾ കൈവശം വാങ്ങണം. അഫ്സൽ ഒരു പ്രശ്നമുള്ളത് ഇതിനല്ല പ്രതിഷേധം നടന്നുവെന്ന കാലല്ല തൗഫീഖ്, ഞാൻ പറയാം. അഫ്സൽ പ്രതിഷേധം അല്ല തൗഫീഖ് നിർത്തൂ. അഫ്സൽ പ്രതിഷേധം നടന്നു എന്നുള്ള കാര്യം ശരിയാണ്. യൂത്ത് കോൺഗ്രസുകാർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.